എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി. ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് പ്രഥമ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകമാണ്. ശ്ലോകം നോക്കാം. സ ഏവ പ്രഥമം ദേവ കൗമാരം സർഗമാസ്ഥിത ചചാര ദുശ്ചരം ബ്രഹ്മചര്യമഖണ്ഡിതം. ഒന്നുകൂടി ശ്ലോകം നോക്കാം. സ ഏവ പ്രഥമം ദേവ കൗമാരം സർഗമാസ്ഥിത ചചാര ദുശ്ചരം ബ്രഹ്മചര്യമഖണ്ഡിതം. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. സഹ ദേവ പ്രഥമം കൗമാരം സർഗം ആസ്ഥിതഃ ബ്രഹ്മ അഖണ്ഡിതം ദുശ്ചരം ബ്രഹ്മചര്യം ചചാര. ഒന്നുകൂടി അന്വയം നോക്കാം. സഹ ദേവ പ്രഥമം കൗമാരം സർഗം ആസ്ഥിതഃ ബ്രഹ്മ അഖണ്ഡിതം ദുശ്ചരം ബ്രഹ്മചര്യം ചചാര. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. സഹ ഏവ ദേവഃ പ്രഥമം കൗമാരം സർഗം ആസ്ഥിതഃ ബ്രഹ്മ ചചാര ദുശ്ചരം ബ്രഹ്മചര്യം അഖണ്ഡിതം. ഒന്നുകൂടി പദങ്ങൾ നോക്കാം. സഹ ഏവ ദേവ പ്രഥമം കൗമാരം സർഗം ആസ്ഥിതഃ ബ്രഹ്മ ചചാര ദുശ്ചരം ബ്രഹ്മചര്യം അഖണ്ഡിതം. ഇനി പദങ്ങളുടെ അർത്ഥം നോക്കാം. സഹ അവൻ, ഏവ തന്നെ, ദേവ ദൈവസ്വരൂപനായ ഭഗവാൻ അഥവാ ബ്രഹ്മാവ്, പ്രഥമം ആദ്യം, കൗമാരം കുമാരന്മാരെ സംബന്ധിച്ച, സർഗം സൃഷ്ടി, ആസ്ഥിതഃ ആരംഭിച്ചു അഥവാ സ്വീകരിച്ചു, ബ്രഹ്മാവ്, ചചാര ആചരിച്ചു, ദുശ്ചരം കഠിനമായ, ബ്രഹ്മചര്യവ്രതം, അഖണ്ഡിതം ഭംഗമില്ലാത്ത അഥവാ തകരാത്ത. ഇനി ശ്ലോകത്തിൻ്റെ സാരം നോക്കാം. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മദേവൻ ആദ്യമായിട്ട് സൃഷ്ടിച്ചത് കൗമാര സൃഷ്ടിയാണ്. കൗമാര സൃഷ്ടി ആരംഭിച്ചു. ആ കുമാരന്മാർ ലൗകിക ജീവിതത്തിലേക്ക് പോകാതെ കഠിനമായ അഖണ്ഡ ബ്രഹ്മചര്യം ആചരിച്ചു. ഇത് വൈരാഗ്യവും ആത്മജ്ഞാനവും ഉയർന്ന ആത്മീയ മാർഗമാണെന്ന് ഭാഗവതം പറയുന്നു. ബ്രഹ്മാവ് ആദ്യത്തെ സൃഷ്ടിയിൽ തന്നെ കുമാരന്മാരെ സൃഷ്ടിച്ചു. എന്നാൽ ലൗകിക ജീവിതത്തിലേക്ക് താൽപ്പര്യപ്പെടാതെ ബ്രഹ്മചര്യവ്രതം ആചരിച്ച് വൈരാഗ്യവും ആത്മജ്ഞാനവും നേടുന്നതിനായിട്ട് പുറപ്പെട്ടു എന്നാണ് ഈ ശ്ലോകം നമ്മളോടായിട്ട് പറയുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടണമെന്നും അഭ്യർത്ഥിക്കുന്നു. തുടർന്നുള്ള ശ്ലോകവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ.